നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ മണ്ണുത്തി ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരണം ഒല്ലുക്കര സൊസൈറ്റി ഹാളിൽ അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318Dയുടെ കീഴിലുള്ള റീജിയണൽ 15ന്റെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മന്ന പന്തലിൽ ലയനിസ്റ്റിക് ഇയർ തുടങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സോമകുമാർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മുൻ മണലൂർ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തൃശൂർ മുണ്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മാസങ്ങളായി ചികിത്സയിലായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെയും തൊഴിലാളി സംഘടനകളുടെയും വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളുകൂടിയാണ് PA മാധവൻ. ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂർ കൈപ്പറമ്പിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. പ്രതിസന്ധി കാലത്തും കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും കരുത്തോടെ നയിച്ച നേതാവാണ് PA മാധവൻ. PA മാധവന്റെ വേർപാടിൽ അനുശോചിച്ച് വരുന്ന 3 ദിവസത്തെ കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയിലെ എല്ലാ ഔപചാരിക പരിപാടികളും റദ്ദു ചെയ്ത് ദുഃഖാചരണം നടത്തുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. അന്തരിച്ച മുൻ മണലൂർ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൗതിക ശരീരം തൃശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MP TN പ്രതാപൻ, മുൻ MLA MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റുമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ തുടങ്ങിയവർ ചേർന്ന് പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ എന്നിവർക്ക് വേണ്ടി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് റീത്ത് വെച്ചു. 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം മുണ്ടൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLAയുമായ PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. തൃശൂർ ജില്ലയിൽ പാർട്ടിയുടെ ശക്തിയും കരുത്തുറ്റ നേതൃത്വവുമായിരുന്നു PA മാധവൻ എന്ന മാധവേട്ടൻ. ഏറ്റവും അവസാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മാധവേട്ടൻ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. DCC അധ്യക്ഷനായും മണലൂരിലെ ജനപ്രതിനിധിയായും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിൽ നിർണായകമായ പങ്കാണ് അദ്ദേഹത്തിനുള്ളത്. മാധവേട്ടന്റെ വിയോഗം കോൺഗ്രസ് കുടുംബത്തിന് നികത്താനാകാത്ത നഷ്ടമാണ്. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മണലൂർ മുൻ MLAയും തൃശൂർ DCC മുൻ പ്രസിഡന്റുമായ PA മാധവന്റെ നിര്യാണത്തിൽ കായിക യുവജന വകുപ്പ് മന്ത്രി OJ ജനീഷ് അനുശോചിച്ചു. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ദിശാബോധം പകർന്നു നൽകിയ പഴയ തലമുറയിലെ കരുത്തുറ്റ നേതാവായിരുന്നു PA മാധവൻ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃശൂർ നഗരത്തിലെത്തിയ നാൾ മുതൽ അദ്ദേഹം നൽകിയ പിന്തുണ ഏറെ ബഹുമാനത്തോടെ ഓർക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും DCCയുടെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ച് ഒടുവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരനായും അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജില്ലയിലെ വളർച്ച ഉറപ്പാക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു. മാധവേട്ടന്റെ വിയോഗം തൃശൂരിലെ കോൺഗ്രസിൽ വരുത്തിയ ശൂന്യത വളരെ വലുതാണ്. കോൺഗ്രസിന്റെ പഴയ തലമുറയിലെ പ്രഗത്ഭനായ നേതാവിനെയാണ് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ മണ്ണുത്തി ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരണം ഒല്ലുക്കര സൊസൈറ്റി ഹാളിൽ അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 19, 20, 21, 22 എന്നീ തീയതികളിൽ നടക്കുമെന്ന് പരിപാടിയിൽ അറിയിച്ചു. മണ്ണുത്തി ഏരിയ സെക്രട്ടറി പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VS വിനയൻ, മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, ഫ്രാൻസിസ് താടിക്കാരൻ, കൗൺസിലർ അനീസ്, മനു പുതിയമഠം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പരിസ്ഥിതി സംഘടനയായി മാറാൻ വേണ്ടി കഴിഞ്ഞ കാലയളവുകളിലെല്ലാം തന്നെ DYFIക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഹൃദയപൂർവ്വം
പറയുന്ന പദ്ധതി. ഇപ്പൊ ചിലര് പറയാറുണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഒരു സന്നദ്ധ ജീവകാരുണ്യ സംഘടന മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാക്കാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലവും ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതിരിക്കുമ്പോൾ ഇവിടെ പരീക്ഷ എഴുതാനുള്ള പ്രായം യുവാക്കൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനധികം പറയുന്നു ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നിട്ടുള്ളത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. 3 ലക്ഷത്തിലധികം ലയൺസ് ഡിസ്ട്രിക്ട് 318യുടെ കീഴിലുള്ള റീജിയൻ 15ന്റെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള മന്ന പന്തലിൽ ലയൺസ് ടു കെയർ തുടങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സോമകുമാർ നിർവഹിച്ചു. റീജിയൻ 15ന് കീഴിലുള്ള മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് ഓഫ് പറവട്ടാനി, പാണഞ്ചേരി, പീച്ചി ഡാം, കുരിയച്ചിറ, തൃശൂർ ഈസ്റ്റ് ഫോർട്ട്, തൃശൂർ നെഹ്റു നഗർ, തൃശൂർ യങ് ടക്സ് തുടങ്ങി 8ഓളം ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് വൈവിധ്യങ്ങളായ സേവന പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നത്. 4 വർഷം തുടർച്ചയായി മന്ന പന്തലിൽ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലാണ്. വിവിധ സേവന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചടങ്ങിന് സോൺ ചെയർമാൻ ജോർജ് വർഗീസ് സ്വാഗതവും പോൾ ആലുക്ക നന്ദിയും പറഞ്ഞു. റീജിയൻ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് നേതാക്കളായ പ്രശാന്ത് മേനോൻ, സുരേഷ് കരുൺ, ജെസി കെ ലാസർ, ബിസ്മയ് പ്രസാദ്, രാജി സോമകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലബിന്റെ പ്രസിഡന്റുമാരും മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. മന്ന പന്തലിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിലും ഒട്ടനവധി പേർ പങ്കെടുത്തു. അവിടേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പ്രശാന്ത് പറഞ്ഞത് ഒരു രക്ഷയില്ല എത്തിക്കൂടെ എന്നുള്ളത്. അത് ഒരു രക്ഷയില്ല എത്തിക്കൂടെ എന്ന് ലയൺസത്തിൽ ആര് പറഞ്ഞാലും അത് സ്നേഹപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളത് മര്യാദയായതുകൊണ്ടും പറഞ്ഞത് പ്രശാന്ത് തന്നെ ആയതുകൊണ്ടും ഞാൻ പറഞ്ഞു ഞാൻ എത്തിയിരിക്കാം 11 മണിക്കെത്താന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ കേന്ദ്രീയ വിദ്യാലയത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടി മീറ്റിംഗ് നടത്തണമെന്ന് പിടിവാശിയുള്ളൊരു ടീച്ചർ കുട്ടികളെ ഒന്ന് ഇരുത്താൻ ഏതാണ്ട് ഒരു അരമണിക്കൂർ എടുത്തു. അത് 10:30 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ആയിരിക്കെങ്കിലും വക്കീൽ വൈകിയതിൻ്റെ തോന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞതാണ്. ഇവിടെയുള്ളവരെ ഇത് ഇന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ RC രാജേന്ദ്ര പ്രസാദ് അതുപോലെ മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇത് ഏതൊരു ആളും മനസ്സിലാക്കേണ്ട ഒരു പദ്ധതിയാണ്. 1100 ദിവസങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിൽ ഇങ്ങനെ ഒരു സംവിധാനം ലയൺസ് ക്ലബിന്റെയും തൃശ്ശൂർ കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ വരുന്ന എല്ലാവർക്കും ഏകദേശം 400-500 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ മന്ന പന്തലിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏറ്റവും വലിയ ലയൺസിന്റെ ചാരിതാർത്ഥ്യമുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ 6 സർവീസുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഔദ്യോഗികമായാണെങ്കിലും നമ്മുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള GST മൾട്ടിപ്പിൾ കോർഡിനേറ്റർ തന്നെ എത്തിച്ചേർന്നു. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജൂബിലി മിഷൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ അലീന ജെയിംസ് ഡോക്ടേഴ്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജോഫി PG അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ് സ്വാഗതവും കൺവീനർ ബീന TJ നന്ദിയും പറഞ്ഞു. സാംക്രമിക രോഗങ്ങളും കുട്ടികളുടെ ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർമാരായ ഷമീമ സനൌല, സിദ്ധ രവി, അശ്വനി ശ്യാം എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരായ അലീന ജെയിംസ്, ഷമീമ സനൌല, സിദ്ധ രവി, അശ്വിനി ശ്യാം എന്നിവരെ പ്രത്യേകമായി ആദരിച്ചു. ജൂബിലി മിഷൻ കമ്മ്യൂണിറ്റി മെഡിസിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻസൺ എബ്രഹാം, മദർ PTA പ്രസിഡന്റ് നിഷ മനോജ്, അധ്യാപകരായ രാഗി K. ജോയ്, റെജി ജോസഫ്, വിഷ്ണു വിജയൻ, ഓഫീസ് സ്റ്റാഫ് സജോവി പുത്തൂർ, ജീന മാത്യു എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ മാഡം, PTA മെമ്പേഴ്സ്, അതുപോലെ തന്നെ കൂടെ വന്നിരിക്കുന്ന ഡോക്ടേഴ്സ് ആൻഡ് അതിനും ഉപരിയായി ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സ് ആൻഡ് നിങ്ങളെല്ലാവരും സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയാം. നമ്മളിതൊരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും.
എനിക്കൊന്ന് കഴിഞ്ഞ വർഷം നമ്മളൊരു ഫ്ലാഷ് മോബ് കളിച്ചു. അപ്പം ഇതിന് കൂടുതലായിട്ട് ഡോക്ടേഴ്സ് ഡേ ഒരു ആഘോഷം. പിന്നെ ഞാൻ രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് പേര് കുറച്ച് പരിചയക്കാർ വിഷ് ചെയ്തിട്ടുണ്ട് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. അപ്പം നമ്മൾ എന്താണ് ഡോക്ടേഴ്സ് ഡേ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കത് ഇവിടെ വന്നു കഴിഞ്ഞ് ഹെഡ് മാസ്റ്ററിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള ആൾക്കാർ എങ്ങനെയാണ് ഞങ്ങളെ കാണുന്നത് എന്നുള്ള ഒരു ഐഡിയ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയത്. അതായത് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം അപ്പോൾ ഒന്ന് ഓർത്തുപോയി. എനിക്കിങ്ങനെ ഒരു ദിവസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന്. അതായത് ഒരു ഡോക്ടർ വരുന്നു, ആളോട് ഞങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് നിങ്ങളുടെ ജോലി, എങ്ങനെയാണ് ഡോക്ടർ ആവുന്നത്, അതിനെന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ഞാൻ എങ്ങനെയാണ് അല്ലെ ഞങ്ങൾ എങ്ങനെയാണ് ഡോക്ടേഴ്സ് ആയതെന്ന്. ലയൺസ് ഡിസ്ട്രിക്ട് 318യുടെ കീഴിലുള്ള റീജിയൻ 15ന്റെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള മന്ന പന്തലിൽ ലയനിസ്റ്റിക് ഇയർ തുടങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സോമകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടേഴ്സ് ഡേ പ്രമാണിച്ച് പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ ജിത്തുനാഥ്, ഡോക്ടർ മോൺസി സൈമൺ, ഡോക്ടർ ശ്രീലക്ഷ്മി തുടങ്ങിയവരെ മന്ന പന്തലിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. വിവിധ മെഡിക്കൽ ക്യാമ്പുകളും ഈ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. വിവിധ സേവന പദ്ധതികളുമായി ബന്ധപ്പെട്ട ചടങ്ങിന് സോൺ ചെയർമാൻ ജോർജ് വർഗീസ് സ്വാഗതവും പോൾ ആലുക്ക നന്ദിയും പറഞ്ഞു. റീജിയൻ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് നേതാക്കളായ പ്രശാന്ത് മേനോൻ, സുരേഷ് കരുൺ, ജെസി കെ ലാസർ, ബിസ്മി പ്രസാദ്, രാജി സോമകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക്. കോളനി പഞ്ചായത്ത് കൃഷിഭവൻ, സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരൂർ സെന്ററിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സെമിനാറും നടീൽ വസ്തുക്കളുടെ വിൽപ്പനയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VS പ്രതീഷ് പദ്ധതി വിശദീകരണം നടത്തി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK പ്രസാദ്,
കോലഴി കൃഷിഭവൻ ഓഫീസർ എസ് വിഷ്ണു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സ്കൂളുകളിൽ ലഹരിക്കെതിരെ സൗജന്യമായി നൃത്ത ബോധവൽക്കരണത്തിന് തുടക്കമിട്ട് നർത്തകി ഡോക്ടർ ഗിന്നസ് കലാമണ്ഡലം ഹേമലത. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി ഗിന്നസ് ജേതാവ് കലാമണ്ഡലം ഹേമലത ക്ലാസിക്കൽ നൃത്തരൂപവുമായി കേരളത്തിലെ സ്കൂളുകളിലേക്ക്. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് കല സംസാരിക്കുന്നു എന്ന പ്രസിദ്ധമായ ചൊല്ലിനെ മുൻനിർത്തിയാണ് കലയിലൂടെ ലഹരിയുടെ കരാള ഹസ്തങ്ങൾക്കെതിരെ പുതിയ ചെറുത്തുനിൽപ്പിന് കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച കലാമണ്ഡലം ഹേമലത ഇത്തവണ കുരുന്നുകൾക്കരികിലേക്ക് എത്തുന്നത്. കലയിൽ മുഴുകിയ മനസ്സിന് മയക്കുമരുന്ന് ഇടമില്ല എന്നതാണ് ലഹരിയിലേക്കല്ല ലയത്തിലേക്ക് എന്ന സന്ദേശമുയർത്തിയുള്ള ഈ നൃത്തപ്രയാണത്തിന്റെ സന്ദേശം. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മെഗാപരിപാടി തൃശൂർ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് SI അനുശ്രുതി എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ റിൻസ് പി സെബാസ്റ്റ്യൻ, കലാമണ്ഡലം ഹേമലത, ജോൺസൺ തെക്കേക്കര, KB പ്രമോദ്, സുനിൽ ജോൺ മാത്യു, PB ജയൻ, ലീന, സ്വപ്ന സജീവ്, ദീപ്തി, രാമൻകുട്ടി, ഡോക്ടർ ശില്പ, രേണുക ഗോപി, സ്വരൂപ് ദേവ്, സൗരവ് ബാൽ എന്നിവർ പ്രസംഗിച്ചു. 20ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാഘോഷത്തോടനുബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് നടത്തിയ ലഹരിക്കെതിരെ എന്റെ ഒപ്പ് എന്ന പരിപാടി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റിലെ ജീവനക്കാരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 5000-ഓളം പേർ ലഹരിക്കെതിരെ ഒപ്പ് രേഖപ്പെടുത്തി പരിപാടിയിൽ പങ്കാളികളായി. തുടർന്ന് തൃശൂർ ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് സംഘടിപ്പിച്ച 20ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. ചടങ്ങിൽ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജൻ അധ്യക്ഷത വഹിച്ചു. റിസർച്ച് ഓഫീസർ V മനോജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നൽകിയ വീഡിയോ സന്ദേശം ചടങ്ങിൽ അവതരിപ്പിച്ചു. SSLC, +2, ഡിഗ്രി എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജീവനക്കാരുടെ മക്കൾക്ക് പുരസ്കാര വിതരണം ചെയ്തു. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. യുവാവിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ ചാട്ടുളി പുറത്തെടുത്തു. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടുളി ശരീരത്തിൽ തുളഞ്ഞുകയറി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തി മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. മാള വടമ സ്വദേശിയായ 27-കാരനെയാണ് ശ്രമകരമായ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചെടുത്തത്. മീൻ പിടിക്കാൻ കൂട്ടുകാരുമൊത്തുള്ള യാത്രക്കിടയിൽ പാടത്തിന്റെ വരമ്പിൽ വീണപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ചാട്ടുളി യുവാവിന്റെ വയറിൽ തുളഞ്ഞുകയറിയത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും കൂട്ടുകാരും ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ശസ്ത്രക്രിയയും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി 6 ലക്ഷം രൂപ വേണമെന്ന് അറിയിച്ചതോടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആദ്യ പരിശോധനയിൽ തന്നെ രോഗിയുടെ ഗുരുതരാവസ്ഥ ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. നീണ്ട 2 മണിക്കൂർ ശ്രമത്തിനിടയിലാണ് ശരീരത്തിൽ നിന്ന് ചാട്ടുളി പുറത്തെടുത്തത്. ഡോക്ടർ കീർത്തന, ഡോക്ടർ വികാസ്, ഡോക്ടർ ആഷിഖ്, ഡോക്ടർ സൂര്യ, ഡോക്ടർ ഋഷികേഷ്, ഡോക്ടർ ഡിംപിൾ, ഡോക്ടർ ഫർസീന എന്നിവർ ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. ഫിഫ ലോകകപ്പ് 2026 ആവേശത്തിന്റെ ഭാഗമായി പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് 1 മില്യൺ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചത്. ധീരമായി കളിക്കുക, ശുദ്ധമായി ജീവിക്കുക, ഒരുമിച്ച് ജയിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ സന്തോഷ് ട്രോഫി താരം TG പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂരിന്റെ മണ്ണിൽ കളിച്ചു വളർന്നവർ ആരും പരാജയപ്പെട്ടിട്ടില്ല എന്നും പഠനത്തോടൊപ്പം കളിക്കണമെന്നും ലോകം കാണുന്ന നല്ല കായിക പ്രതിഭകളായി മാറണമെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ പ്രവർത്തിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ TG പുരുഷോത്തമൻ പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ അണിനിരന്നതോടെ ഫുട്ബോൾ ആവേശം തീർത്തു. പെനാൽറ്റി ഷൂട്ടൌട്ടും ഫാൻ ഷോയും മത്സരത്തിന് മാറ്റുകൂട്ടി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അഖിൽ, പഞ്ചായത്ത് അംഗം MM സേതുമാധവൻ, സ്കൂൾ പ്രധാനാധ്യാപകരായ സുനിത, ടിനോ മൈക്കിൾ, മരതകം, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഠനത്തോടൊപ്പം കായിക വിഭാഗത്തിനും പ്രാധാന്യം നൽകി ലഹരി വിരുദ്ധ സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കളിച്ച് ഒരുപാട് ജീവിതം മെച്ചപ്പെട്ടു പോയിട്ടുള്ള കുറേ കളിക്കാരുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ വളം വെക്കുന്ന ആളാണ് സേതുവിനെ പോലത്തുള്ള ഇവിടെ യങ്സ്റ്റേഴ്സിന്റെ പോലത്തെ ക്ലബിലത്തെ ആൾക്കാരൊക്കെ.
അത് ഒരു വലിയൊരു മാതൃകയാണ്, വലിയൊരു പ്രോത്സാഹനമാണ് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും. നിങ്ങൾക്കും നാളെ ഇവിടെ ഫുട്ബോൾ കളിച്ചാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും. അല്ലെങ്കിൽ ഇന്ന് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആയാൽ ഒരു പക്ഷേ കോടികൾ 2 കോടി 3 കോടിക്ക് ഒരു വർഷം സൈൻ ചെയ്യാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിലുള്ളത്. ISLന്റെ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞൊരു തളർച്ചയുണ്ടായിരുന്നു, അതിനുശേഷം ഒരു ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ജനങ്ങൾ ഈ ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്നുള്ളതിനെ കുറിച്ച്. ഒരുപാട് രാജ്യങ്ങൾ ഇതിന് കോമ്പറ്റീറ്റീവാണ്. ഇന്ത്യ മാത്രമാണ് കുറച്ച് താഴെ കോമ്പറ്റീറ്റീവ്. എല്ലാ രാജ്യങ്ങളും 250 രാജ്യങ്ങൾ ഈ വേൾഡ് കപ്പിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജപ്പാനിലായ പോലെ ജപ്പാനൊക്കെ 2050 വേൾഡ് കപ്പിൻ്റെ വലിയ പ്രിപ്പറേഷൻ കഴിഞ്ഞ 10 വർഷം മുന്നേ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് കോമ്പറ്റീറ്റീവാണ് ഫുട്ബോൾ. ഇപ്പോൾ ആ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെയല്ല, നമ്മുടെ ഏഷ്യയിലെവിടെയും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനത്ത് എത്തിക്കാൻ കൽപ്പുള്ള ആൾക്കാർ നിങ്ങളുടെ സറൗണ്ടിങ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കുക, നല്ല ആസ്വദിച്ച് ഫുട്ബോൾ കളിക്കുക. ഒരു കാരണവശാലും ലഹരി നിങ്ങളെ ഫുട്ബോളായിരിക്കണം, വേറെ ഒരു ലഹരിക്കും അടിമപ്പെടരുത്. നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങളുടെ സഹോദരങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അവരോടുള്ള മൂല്യവും അവരോടുള്ള കടപ്പാടും എപ്പോഴും അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളൂ, കളിക്കലും ഫുട്ബോൾ കളിക്കുന്നവർക്ക്. ആ 2ലും ഉറച്ചു നിൽക്കുക. എല്ലാവിധ ആശംസകളും ഉണ്ടാവും. ഒരു നല്ല കളിക്കാരനുണ്ടെങ്കിൽ ആ കളിക്കാരന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവന് മുന്നോട്ട് പോയി, പുത്തൂരിലുള്ള പ്രത്യേകിച്ച് വന്ന കുട്ടികളാണെങ്കിൽ അവന് മുന്നോട്ട് പോയി ഒരു ജോലിയോ അവൻ്റെ ഫുട്ബോൾ കരിയറിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്ത് നിന്ന് കോച്ച് എന്ന നിലയ്ക്ക് എനിക്ക് ഉണ്ടാവുന്നുള്ളത് പൂർണ്ണ പ്രതിജ്ഞയെടുക്കുകയാണ്. അറിയാതെ പീച്ചി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്ന നിലയിൽ. കഴിഞ്ഞ വർഷം ഷട്ടറുകൾ തുറന്നത് ജൂൺ 28-ന്. കാലവർഷം ദുർബലമായതോടുകൂടി പീച്ചി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്ന നിലയിൽ. ശനിയാഴ്ചയിലെ ജലനിരപ്പ് 66.92 മീറ്ററാണ്. ഇത് മൊത്തം സംഭരണശേഷിയുടെ 11.4% മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 76.72 മീറ്റർ ജലം അണക്കെട്ടിലുണ്ടായിരുന്നു. ഇത് മൊത്തം സംഭരണശേഷിയുടെ 58%. മാത്രമല്ല, കഴിഞ്ഞ വർഷം ജൂൺ 28-ന് അണക്കെട്ടിന്റെ 4 ഷട്ടറുകളും 1 ഇഞ്ച് വീതം തുറക്കുകയും ചെയ്തു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ 5 മാസത്തേക്ക് നിയന്ത്രണങ്ങളില്ലാതെ വിതരണം ചെയ്യാൻ ആവശ്യമായ കുടിവെള്ളം അണക്കെട്ടിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. വൃഷ്ടിപ്രദേശങ്ങളിൽ അപൂർവം ചില നീരൊഴുക്കുകൾ സജീവമായതോടുകൂടി പ്രതിദിനം 2 മുതൽ 3 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചുവന്നമണ്ണ് അടിപ്പാത മന്ത്രിതല യോഗം ചേർന്നു. ദേശീയപാത റീജിയണൽ ഓഫീസറും ജില്ലാ കളക്ടറും സംയുക്തമായി സ്ഥലം പരിശോധിക്കാൻ നിർദ്ദേശം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്നമണ്ണിൽ അടിപ്പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന കെ രാജൻ MLA ആവശ്യത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേർന്നത്. ഗതാഗതക്കുരുക്കിനും അപകട സാധ്യതയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി NHAI റീജിയണൽ ഓഫീസറും ജില്ലാ കളക്ടറും സംയുക്തമായി സ്ഥലത്ത് നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പ്രദേശത്ത് അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വഴിവിളക്കുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, സിഗ്നലുകൾ, വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചുവന്നമണ്ണ് സെന്ററിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ജനപ്രതിനിധികളുമായി കൂടിയാലോചിക്കാതെ ഡിവൈഡർ സ്ഥാപിച്ചത് പ്രദേശവാസികൾക്ക് കടുത്ത ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചതെന്ന് MLA കെ രാജൻ ചൂണ്ടിക്കാട്ടി. റോഡ് മുറിച്ചു കടക്കാൻ 2.5 കിലോമീറ്ററിലധികം അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് പ്രായമായവർക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അഡേല അബ്ദുള്ള, അഡീഷണൽ സെക്രട്ടറി വിനോദ്, തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ഹെഡ്ലൈറ്റ് പ്രവർത്തിപ്പിക്കാതെ KSRTC ബസ് സർവീസ് നടത്തി. ജൂൺ 30-ന് വൈകിട്ട് 7:45 മുതൽ 8 മണി വരെയുള്ള സമയത്താണ് സംഭവം നടന്നത്.
ഹെഡ്ലൈറ്റ് ഇല്ലാതെ രാത്രി യാത്രയ്ക്കിടെ വാഹനയാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിട്ടു. ഇതോടൊപ്പം ബസ് അമിത വേഗത്തിൽ സഞ്ചരിച്ച് അപകട ഭീഷണി ഉയർത്തി. ലയണിസ്റ്റിക് ആരംഭിക്കുന്ന ജൂലൈ 1-ാം തീയതി തന്നെ വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് കൊച്ചിൻ 6ഓളം കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് അങ്കണത്തിൽ 9 മണിക്ക് പ്രസിഡന്റ് ഹരീഷ് മേനോന്റെ അധ്യക്ഷതയിൽ സൗജന്യ ഡയബറ്റിക് സ്ക്രീനിംഗിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ശ്രീനിവാസൻ നിർവഹിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഹംസ എം അലി പദ്ധതി വിശദീകരണം നടത്തി. സർവീസ് പ്രോജക്ട്, ഡയബറ്റിക് വിഷൻ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, എൻവയോൺമെന്റ്, ഹ്യൂമാനിറ്റേറിയൻ, ക്ലോത്ത് ബാങ്ക് തുടങ്ങിയവയുടെ ഉദ്ഘാടനം റീജിയൻ ചെയർപേഴ്സൺ നസീർ എന്നയുടെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ലെവൽ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ഹരീഷ് മേനോന്റെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ PN വൈശാഖും ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ കൂടിയായതിനാൽ വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബിലെ അംഗങ്ങൾ കൂടിയായ ഡോക്ടർമാരായ K ശ്രീനിവാസൻ, നാരായണൻ, KC വർഗീസ്, ഗിൽബർട്ട് പോൾ, K സുരേന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ പ്രിൻസ് തോമസ്, ഉണ്ണി വടക്കാഞ്ചേരി, CA ശങ്കരൻകുട്ടി, PN ഗോകുലൻ, U കരുണാകരൻ, സതീഷ് P ജെയിംസ് ഫ്രാൻസിസ്, വിൽസൺ കുന്നമ്പള്ളി, ട്രഷറർ സോബർ ML, ഗിരീഷ് P സതീഷ് K, സതീദേവി, ഫൗസിയ നസീർ, വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, ലയൺസ് കുടുംബാംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. 6 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണം മോഷണം ചെയ്ത കേസിലെ പ്രതിയായ ഉക്കടം സ്വദേശി കാമാക്ഷി എന്ന് വിളിക്കുന്ന ലക്ഷ്മി എന്ന സ്ത്രീയെ പിടികൂടി. വീട്ടിൽ കുളിക്കുമ്പോൾ ഊരിവെച്ചിരുന്ന 6 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല വീട്ടുജോലിക്കാരിയായ പ്രതി മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. പ്രതി ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ നാട്ടുകാരുടെ സഹായത്താൽ പ്രതിയെ പിടിച്ചുവെക്കുകയും ചെയ്തു. ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ നിന്നും പിങ്ക് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട നിയാസിനെ ജയിലിലാക്കി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കരുവന്നൂർ നെടുമ്പുരക്കൽ വീട്ടിൽ
31 വയസ്സുള്ള നിയാസ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് നിയാസിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിയാസ് ഇരിങ്ങാലക്കുട, ചേർപ്പ്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ 4 വധശ്രമ കേസും മയക്കുമരുന്ന് ഉപയോഗിച്ച് 2 കേസുമടക്കം 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മാടക്കത്ര അക്കരപ്പുറം കൊറ്റിക്കൽ രാമനാഥൻ ഭാര്യ ശുഭ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ധന്യ, ദിലി, ദീപു, മരുമക്കൾ സുരേഷ്, ലിഷ, ആതിര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ മണ്ണുത്തി ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരണം ഒല്ലുക്കര സൊസൈറ്റി ഹാളിൽ അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318Dയുടെ കീഴിലുള്ള റീജിയണൽ 15ന്റെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മന്ന പന്തലിൽ ലയനിസ്റ്റിക് ഇയർ തുടങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സോമകുമാർ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.